ഓയ് ഗൈസ്, എന്താണ് വിശേഷം? ഇന്നൊരു ലഞ്ച് പ്രിപ്പറേഷൻ വീഡിയോ ആണേ. ആദ്യം തന്നെ ഞാൻ ചോറെല്ലാം വേവിച്ച് വാർത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിലിട്ട് വേവിച്ചിട്ട് വെള്ളം വാർത്തെടുക്കുക ഞാൻ എപ്പോഴും ചെയ്യാറ്. പിന്നെ ഇന്ന് കറികൾക്കായിട്ട് കുറച്ച് പയറിരിപ്പുണ്ട്. ഞാനപ്പോൾ അത് പയറുപ്പേരിയും പിന്നെ കുറച്ച് പുളിഞ്ചാറും കാച്ചി, പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നങ്കിമീനുണ്ട്, അത് കുറച്ച് വറക്കുകയും ചെയ്യാമെന്നിരുന്നു. ഞങ്ങൾ പാലക്കാട്ടുകാർ ഇതിനെ നങ്കിമീൻ എന്നാണ് പറയുക. വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, ഇത് വറുത്ത് കഴിക്കാനും. പിന്നെ എൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ കറിയുണ്ട്, തേങ്ങയൊക്കെ അരച്ച് വറ്റിച്ച് വെച്ചത്, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഏട്ടൻ ഇത് കഴിക്കില്ല, ഉണക്കമീൻ ഒന്നുമേ കഴിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് മാത്രമുള്ളത് എടുത്തിട്ടുള്ളേ. പയറ് ഞാൻ ആദ്യം തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെക്കും, എന്നിട്ട് അതെടുത്ത് കഴുകത്തുള്ളൂ. 2 ദിവസം മുന്നേ മേടിച്ച പയറായതുകൊണ്ട് തന്നെ ചെറുതായിട്ട് വാട്ടമൊക്കെ തട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാടൻ വെളിച്ചെണ്ണയിൽ കടുകൊക്കെ പൊട്ടിച്ച് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഇട്ട് നല്ല രീതിയിൽ മൂപ്പിച്ചെടുത്ത് കഴുകി അരിഞ്ഞ് വെച്ച പയറും പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് കൂടി എടുത്തിട്ടുണ്ട്. ഇനി അത് മാത്രമായിട്ട് വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതിയിട്ടാണ് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നല്ല രീതിയിൽ വെന്ത് വറ്റി വന്നാൽ ഉപ്പേരി റെഡി. എനിക്ക് നല്ല രീതിയിൽ തേങ്ങയൊക്കെ ചെറുവി ചേർത്തുണ്ടാക്കുന്ന ഉപ്പേരിയാട്ടോ ഇഷ്ടം. പക്ഷെ ഇപ്പം തേങ്ങ കയ്യിലില്ലാത്തതുകൊണ്ട് അത് ഞാൻ സ്കിപ്പ് ചെയ്തേ. ഇനി നമുക്ക് പുളിഞ്ചാറ് ഉണ്ടാക്കാം. ഞങ്ങൾ പാലക്കാട്ടുകാരുടെ സ്ഥിരം പുളിങ്കറികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പുളിഞ്ചാറ്. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് മാത്രം ഉലുവയും ചേർത്തിട്ട് വറ്റൽമുളകും കറിവേപ്പിലയും പച്ചമുളകും ഉള്ളിയും കൂടി ചേർത്ത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. ചെറിയുള്ളിയാണ് ചേർക്കേണ്ടത്. ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ സവാള എടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിലൊന്ന് കളറ് മാറി വരുമ്പോൾ തന്നെ നമുക്ക് പുളിവെള്ളം കലക്കി ഒഴിക്കാം. ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിലുള്ള നാളംപുളിയാണ് കലക്കി എടുക്കേണ്ടത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നല്ല രീതിയിൽ അങ്ങോട്ട് തിളപ്പിച്ചെടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ പുളിഞ്ചാറ് ഇവിടെ റെഡിയായി. പണ്ട് കാലത്ത് കറി വെക്കാൻ പച്ചക്കറിയും സാധനങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്തിൽ വയറ് കഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ചൊടുക്കനുള്ള കറി തന്നെ നിർബന്ധമായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം കണ്ടുപിടിച്ചെടുത്ത കറിയാണ് ഇത് എന്ന് പണ്ടത്തെ കാരണവന്മാർ പറയാറുള്ളത് കേട്ടോ. ഇനി ഉണക്ക നങ്കിമീൻ വറുത്തെടുക്കാനായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് തിരുമ്പിയെടുക്കാം. ഉപ്പ് ആവശ്യമില്ല കേട്ടോ. അറിയാതെ എങ്ങാനും ഉപ്പിട്ട് പോയാൽ പിന്നെ അത് വായിൽ വെക്കാൻ കൊള്ളത്തില്ല കേട്ടോ. എടുത്ത് അപ്പുറത്ത് കൂടെ കളയാൻ പറ്റും. പാചകം പഠിച്ചു വരുന്ന കാലത്ത് ഇങ്ങനൊരു അബദ്ധവും ഞാൻ ചെയ്തിട്ടുണ്ടേ. അനുഭവം ഗുരു. ഇനി നല്ല വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് നമ്മുടെ ഉണക്കനങ്കി മീൻ അങ്ങോട്ട് പൊരിച്ചെടുക്കാം. പണ്ട് ഞങ്ങളുടെ നാട്ടിൻപുറത്ത് രാവിലെ തന്നെ പാടത്തും പറമ്പത്തൊക്കെ പണിക്ക് പോകുന്ന ആൾക്കാർക്ക് തലേന്നത്തെ വെള്ളച്ചോറും ഇങ്ങനെ ഒരു ഉണക്കമീൻ വറുത്തതും കിട്ടിയ അന്ന് രാവിലെ നല്ല കുശാലാണെന്ന് എൻ്റെ അച്ഛമ്മ എപ്പോഴും പറയാറുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ നങ്കിമീനൊക്കെ നല്ല രീതിയിൽ വറുത്ത് വന്നിട്ടുണ്ടേ. അപ്പം നല്ല നാടൻ മട്ടേരി ചോറും കൂടെ കുറച്ച് പയറുപ്പേരിയും പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പുളിഞ്ചാറും കോരി ഒഴിച്ചിട്ട് നങ്കിമീൻ വറുത്തതും പിന്നെ കുറച്ച് സൗന്ദര്യത്തിനായിട്ട് ഒരു മുട്ട പൊരിച്ചതും. എന്നാൽ പിന്നെ ഞാൻ പോയി കഴിക്കട്ടെ കേട്ടോ. അപ്പം ശരി എന്നാൽ.